ഡൽഹി സർവകലാശാലയിൽ സംഭവിക്കുന്നുവെന്ന് ചിലർ ഭയപ്പെടുന്ന മാർക്ക് ജിഹാദ് ഇല്ലെന്ന് സമർത്ഥിക്കുവാൻ കേരളത്തിലെ ജമാഅത്തെ ചാനൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത മുസ്ലിം സോളിഡാരിറ്റിയുടെ പ്രതിനിധി വസീം അക്കാര്യം തുറന്നു പറഞ്ഞു. CPM മലയാളത്തിൽ പറയുന്നത് മാത്രമാണ് RSSകാരനായ ഡൽഹിയിലെ പ്രൊഫസർ പാണ്ഡെ മാർക്ക് ജിഹാദ് സംബന്ധിച്ച് പറഞ്ഞതെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. വസീം ചൂണ്ടിക്കാണിച്ചത് CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലും സമ്മേളനത്തിനും ചർച്ചയ്ക്കുമായി വിതരണം ചെയ്യുന്ന പാർട്ടി കുറിപ്പിലെ വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ രാജ്യസഭാ അംഗം എളമരം കരീം നടത്തിയ പ്രസ്താവനയുമാണ്. NGOകളുടെ മറവിൽ മുസ്ലിം തീവ്രവാദികളെ ഡൽഹിയിലെത്തിക്കുവാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നീക്കം നടത്തുന്നതായി എളമരം കരീം പറഞ്ഞതായാണ് വസീം ആക്ഷേപിച്ചത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മുസ്ലിം ചിരി വിടരുന്നതായി ദേശാഭിമാനി എഴുതിയതായും വസീമിന് ആക്ഷേപമുണ്ട്. ഞാൻ പുഞ്ചിരിക്കുന്നത് ആൾക്കാരെ ആകർഷിച്ചാൽ അത് മുസ്ലിം പുഞ്ചിരിയാണ് എന്ന് ആർക്ക് പറയാനാകുമെന്നും വസീം ചോദിക്കുന്നു. സാമ്പത്തിക സംവരണത്തിൽ CPM എടുത്ത നിലപാടിനെയും അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഡൽഹി സർവകലാശാലയിൽ മാർക്ക് ജിഹാദ് നടക്കുന്നുവെന്ന വിവാദ പ്രസ്താവന നടത്തിയ പ്രൊഫസർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞ CPMകാർ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ ബിഷപ്പിനെതിരെ എന്ത് നടപടിയെടുത്തു എന്നാണ് വസീം തിരക്കിയത്. ഒരു നടപടിയും എടുക്കാത്ത നിങ്ങൾ പിന്നെ എന്ത് ഉലക്ക നടപടിയാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് ജിഹാദ് നടക്കുന്നുവെന്ന് പറയാൻ പോലും പാടില്ലാത്ത സ്ഥിതി വരുത്തിക്കൊണ്ട് ഇത്തരം പ്രവർത്തനം തുടരാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന്. ജമാഅത്ത് ചാനലിലെ വിശ്വസ്തനായ ആങ്കർക്ക് പോലും വസീമിനെ സഹിക്കാനാകാതെ വന്നപ്പോൾ അദ്ദേഹം ആ വാക്കുകൾ നിർത്തിച്ച് CPMന്റെ ഷിജു ഖാന് അവസരം കൊടുത്തുപോയി. ഷിജു ഖാൻ വളരെ പ്രസക്തമായ ഒരു ഉപദേശം സോളിഡാരിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു. വസീം പറഞ്ഞതനുസരിച്ച് ഡൽഹി സർവകലാശാലയിൽ പഠിക്കാനെത്തിയ ചില കുട്ടികളെ RSSകാർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. 5 വർഷമായിട്ടും അതേക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഉയരേണ്ട സംയുക്ത പ്രതിഷേധത്തെയാണ് സോളിഡാരിറ്റി പോലുള്ളവരുടെ ഇത്തരം നിലപാടുകൾ അപകടത്തിലാക്കുന്നത്. മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും ജിഹാദികൾക്കില്ല. അവർക്കറിയാം ജിഹാദികൾ അധികാരത്തിലെത്തിയാൽ ആവർത്തിക്കുക താലിബാനിസമാണെന്ന്. അവിടെ കൊല്ലപ്പെടുന്നതും സമാധാന കാംക്ഷികളായ മുസ്ലിമുകളാണ്. അടിച്ചമർത്തപ്പെടുന്നത് ഹരിതയിൽ ഉണ്ടായതുപോലെ മുസ്ലിം സ്ത്രീ മുന്നേറ്റങ്ങളാണ്. വാസ്തവത്തിൽ ജിഹാദികൾ അവർക്ക് തന്നെ കുത്തുകയാണ്. വസീം സ്വയം പരിചയപ്പെടുത്തിയത് ശരിയാണെങ്കിൽ അദ്ദേഹം വെറുതെ ചാനലിൽ മുഖം കാണിക്കുവാനെത്തിയ ചർച്ചാ തൊഴിലാളിയല്ല. സംവരണം കൊണ്ട് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പ്രവേശനം കിട്ടിയ സോളിഡാരിറ്റി പ്രവർത്തകനാണ്. തന്റെ സംഘടനയുടെ മനസ്സിലിരിപ്പ് മറയില്ലാതെ പുറത്തു വരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇത്തരക്കാരുടെ സാന്നിധ്യവും ഡൽഹിയിലെ പ്രവർത്തനവുമാകണം RSSകാരെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും കേരളത്തിൽ നിന്നും എത്തുന്നവരെയെല്ലാം സംശയത്തോടെ നോക്കുവാൻ പ്രേരിപ്പിക്കുന്നതും മാർക്ക് ജിഹാദ് പോലുള്ള സന്ദേഹങ്ങൾ ഉയർത്തുവാൻ നിർബന്ധിക്കുന്നതും. പ്രവേശന പരീക്ഷകൾ എഴുതി ജയിക്കാനാകാത്തവർ ബോർഡ് പരീക്ഷകളിൽ കിട്ടുന്ന അത്യുന്നതമായ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നേടുന്നതിനെയാണ് പ്രൊഫസർ പാണ്ഡെ മാർക്ക് ജിഹാദ് എന്ന് വിളിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിൽ ഒട്ടും കഴമ്പില്ലെന്ന് ആർക്ക് പറയാനാകും? ജിഹാദ് എന്ന് പറയുമ്പോഴേ തന്നെ ഇല്ലെന്ന് പറയാൻ ചിലർ കാണിക്കുന്ന ആവേശം തന്നെ ഒരു സൂചനയല്ലേ? തങ്ങളെ ബാധിക്കാത്ത ഇല്ലാത്ത സംഭവമാണ് അതെങ്കിൽ പറഞ്ഞവർ തന്നെയല്ലേ നാണം കെടുക? എന്തിന് തർക്കിക്കുവാൻ പോണം? ചർച്ച ചെയ്ത് സംഭവമാക്കുന്നു.